സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കുന്നത്? നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ചായ കുടിക്കാൻ. അതല്ല, ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുട്ടും മുട്ടയും പൊറോട്ടയും മുട്ടയും. അതല്ല. പോർട്ടെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടവടകൾ, പക്കുവടകൾ, പരിപ്പുവടകൾ, പഴംപൊരികൾ, പൊട്ടിയ പുട്ടുകൾ, പക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്. ഐ ഹാവ് നോ പ്രോബ്ലം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് ഇവിടുത്തെ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ മലയാളി പിക്നിക് കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കാഞ്ചിൻ്റെ പിക്നിക്. ഒരുപാട് മലയാളികളെ കാണാനും പരിചയപ്പെടാനും പിന്നെ എൻജോയ് ചെയ്യാനും നല്ല നാടൻ ഫുഡൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് കേട്ടോ ഈ ഒരു പിക്നിക്. ഇതിന് മുൻപത്തെ വർഷമൊക്കെ ഒരു തട്ടുകട സെറ്റപ്പിലായിരുന്നു കേട്ടോ ഒരു പിക്നിക് ഉണ്ടാവാറ്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റിക്ക് ഒരു ബീച്ച് തീമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഷെയ്ഡ് ഓഫ് ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ഫോട്ടോ ബൂത്ത്, ബീച്ച് തീമിലൊരു ഫോട്ടോ ബൂത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, അത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടതും അതുപോലെ പാനിപ്പൂരിയൊക്കെ ആയിട്ട് ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലും ചിലവഴിച്ചത് അവിടെയാണ്. എനിക്ക് ഈ ഉപ്പിലിട്ടത്, പാനിപ്പൂരി അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഇങ്ങനെ കഴിച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതന്നെ ഞാൻ കുറേ അകത്താക്കി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നത് പരിപ്പുവടയായിരുന്നു. അപ്പോൾ അത് പിന്നെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് പോകുമ്പോഴേക്കും അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ തോരൻ, അപ്പം, ബീഫ് കറി, ചിക്കൻ കറി, കപ്പ, ഫിഷ് കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ ഈ ലൈവ് ഫുഡ് കൗണ്ടറാണ്. ലൈവ് ദോശ കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ചൂടോടുകൂടി ദോശ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മസാല, സാമ്പാർ, ചട്നിയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ചുടുചുടാ ദോശ ഇങ്ങനെ ചുട്ട് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അപ്പുറത്ത് നല്ല ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ഒരെണ്ണം മിസ് ചെയ്യാണ്ട് മേടിച്ചു. 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആംബ്ലേറ്റ്. ഓക്കെ മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനിയിൽ കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിക്കാനുള്ള വയറില്ലാത്തത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. അച്ഛനും അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ. അവരുടെ വൈബിന് പറ്റിയ ഒരുപാട് മലയാളികളൊക്കെ കാണാൻ പറ്റി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഐറ്റംസ് പിന്നെയും വരുന്നുണ്ടായിരുന്നു. പായസം, കേക്ക്, പുഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ടേസ്റ്റ് ചെയ്യാനുള്ള വയറില്ലാത്ത കാരണം ഒന്ന് ടേസ്റ്റ് പോലും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു സെലിബ്രേഷൻ പോലെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കുട്ടികൾക്ക്, നമ്മൾ ഇവിടെ വളർന്ന കുട്ടികളാവുമ്പം അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം, അതിന് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇവർ ഇതിനു വേണ്ടി ഫ്ലാഗൊക്കെ കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ച് കുട്ടികൾ ആ ഫ്ലാഗൊക്കെ പിടിച്ച് നിന്ന് കുറച്ച് സമയം നമ്മൾ വന്ദേ മാതര ആ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. Overall, throughout the world, the freedom, the definition of freedom is getting a little blurred. So it's our responsibility to hold it in terms of, to a higher standard. എല്ലാവരും തമ്മിലുള്ള ഒരു സൗഖ്യവും സൗഹൃദവും വെച്ചുകൊണ്ട് പോകുന്ന ഒരിത്. ഗെയിം, കിഡ്സ് ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുളം കര ഗെയിമൊക്കെ ഇല്ലേ, അപ്പോൾ അതാണ് കളിച്ചത്. അല്ലാതെ കര കുളം ഈ പരിപാടി നടക്കില്ലാട്ടോ. ഓക്കേ, കര കര കുളം കര. കിഡ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ ക്യാൻഡി പിക്കിംഗ് പോലെ ലോലിപോപ്പ് പിക്കിംഗ് ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 2 ആളും ഇവിടെ കളിക്കണ്ടായിരുന്നു. ചെറിയ ആൾ എന്ത് മനസ്സിലായിട്ടാന്ന് അറിഞ്ഞൂടാ, ചുമ്മാ കപ്പിൽ ഇങ്ങനെ ലോലിപോപ്പ് എടുത്ത് വെക്കണ്ടായിരുന്നു.
പിന്നെ ഈവനിങ് ആയപ്പം അവിടെ തന്നെ ചായയൊക്കെ തിളപ്പിച്ച് ചായ വിതരണമായിരുന്നു. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ചായ നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടാ. ഉണർവിന്റെയും ഉന്മേഷത്തിന്റെയും പാനീയല്ലേ ചായ. പിന്നെ ചായ കുടിക്കണം. അങ്ങനെ ചായ അധികം കുടിക്കാൻ പാടില്ല എന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നു. അതെ, ചായ അധികം കുടിക്കാൻ കൊള്ളില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഉറക്കം കുറയും. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ അടുത്ത വർഷത്തെ പിക്നിക്കിന് കാണാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.